ഹായ്, റൈറ്റ് വിഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 നമ്മുടെ ലോക്സഭ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പല പല ഗിമ്മിക്കുകളും നമ്മളിനി കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു കാര്യം പറയാനാണ് ഇന്നിവിടെ ഈ എപ്പിസോഡിലൂടെ ശ്രമിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് യോജിപ്പുണ്ടാവാം. എന്തായാലും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനൽ മുന്നോട്ട് പോവാൻ ഇതിൻ്റെ ഗ്രോത്ത് അനിവാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്നെ അനുഗ്രഹിക്കണം. ആ അനുഗ്രഹം സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തി എന്നെ നിങ്ങൾ അനുഗ്രഹിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അപ്പോൾ കേരളത്തിലെ 20 മണ്ഡലത്തിൽ ജയിച്ചിട്ട് വേണ്ട BJPക്ക് കേന്ദ്രത്തിൽ ഭരിക്കാൻ. ഞാനൊരു BJPക്കാരനായിട്ടൊന്നല്ല കേട്ടോ പറയുന്നത്. പത്രമാധ്യമങ്ങൾ അല്ലാതെ എല്ലാ ചാനൽ ന്യൂസ് മറ്റുള്ള കാര്യങ്ങൾ എല്ലാം കൂടി കണ്ടിട്ട് അത് അപഗ്രഥിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഒരുപാട് കോലാഹലങ്ങളൊക്കെ വന്ന് നടത്തി നമ്മളെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി. തൃശ്ശൂരിൽ വന്നു, മഹിളകളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുള്ളൊരു മഹാസമ്മേളനം തന്നെ നടത്തുകയുണ്ടായി തൃശ്ശൂരിൽ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കേരളത്തിലെ ജനത ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? കേരളത്തിലെ ജനത എന്താണ് ചെയ്യേണ്ടത്? നിയമസഭയിലെ കാര്യം വേറെ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം വേറെ, ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേറെ. അങ്ങനെ മൂന്ന് രീതിയാണ് നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ ഓരോ ചിഹ്നത്തിലേക്കും നമ്മൾ കുത്തുന്നത്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു 3-4 BJPക്കാർ വിജയിക്കണം. നിങ്ങളെ അഭിപ്രായം എന്താണ്? BJPക്കാർ വിജയിക്കണം? അത് നല്ല ഒരു 3-4 ആൾക്കാർ BJP ജയിക്കുന്നതാണ് നമ്മുടെ കേരളത്തിന് നല്ലത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികസന കാര്യങ്ങൾ എന്തായാലും 2024 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാർ തന്നെ അധികാരത്തിൽ വരും. അത് 100% ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഈ 2024 BJP തന്നെ ഇന്ത്യ ഭരിക്കാൻ അതിനുള്ള വോട്ട് അവർക്ക് ലഭിക്കും, വിജയം അവർക്ക് ലഭിക്കും, തീർച്ചയാണ്. പല കാരണങ്ങളുണ്ട്. ആ കാരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ പിന്നീട് നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ വരുന്നതാണ്. ഞാൻ ഇപ്പോൾ പറയുന്നത് നമ്മുടെ 20 മണ്ഡലങ്ങളിൽ നിന്നും ഒരു 2-3-4 പ്രതിനിധി നമ്മുടെ പാർലമെന്റിലേക്ക് പോവണം. ആര്? കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരായിട്ട് അവരുടെ ആ സീറ്റ് അവർക്ക് ലഭിച്ച് അവരവിടെ പോകണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് നരേന്ദ്രമോദി സർക്കാരിൽ നമ്മുടെ ഇവിടെയുള്ള നല്ലൊരു എന്തെങ്കിലും ഒരു പൊസിഷൻ, മന്ത്രി സ്ഥാനം കിട്ടുകയും നമ്മുടെ കേരളത്തിന് അതിൻ്റേതായ ഒരു വികസനം ലഭിക്കുകയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെയോ? എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. അപ്പോൾ സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞിട്ടുള്ള ആരൊക്കെ സ്ഥാനാർത്ഥിനെ നിർണയമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ കൂടുതൽ പറയുന്നതിനോടും കാര്യമില്ല. അപ്പം എന്തായാലും തൃശ്ശൂർ സുരേഷ് ഗോപിയാണ്. അപ്പം ഞാൻ പറയുന്നത് തൃശ്ശൂർ സുരേഷ് ഗോപി വിജയിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. നിങ്ങൾക്കോ? സുരേഷ് ഗോപി വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ വികസനം തീർച്ചയായിട്ടും എന്തായാലും നമ്മൾ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് കൊടുത്തിട്ട് എന്ത് ചെയ്യും എന്നൊന്ന് നമുക്ക് നോക്കാം. എൻ്റെ ഒരു മനസ്സിൽ പറയുന്നത് ഒരു വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതൊന്ന് രേഖപ്പെടുത്തണം, കമൻ്റായി രേഖപ്പെടുത്തുക. പിന്നെ എന്തെങ്കിലും വൃത്തികേടുകൾ എഴുതണ്ട. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. അത് ശരിയായിരിക്കാം, ചിലപ്പം തെറ്റായിരിക്കാം. എന്താ പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയത്തിൽ പല അഭിപ്രായങ്ങളും ഉണ്ട്. BJPയോട് വെറുപ്പുള്ളവരുണ്ടാവും, മാർക്സിസ്റ്റുകാരോട് വെറുപ്പുള്ളവരുണ്ടാവും, കോൺഗ്രസ്സിന് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അങ്ങനെ വെറുപ്പുള്ളവരുണ്ടാവും. ഏത് പാർട്ടി, അത് ഓരോരോ പാർട്ടിയിൽ
അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. അതല്ലാതെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഏതാണോ നല്ലത് ലാസ്റ്റ് ടൈമിലേക്ക് ആ ചിഹ്നത്തിലേക്ക് കുത്തുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ പല വിധത്തിലും ആ നിഷ്പക്ഷ ആൾക്കാരുടെ കയ്യിലാണ് കൂടുതലും കേരളത്തിൽ വോട്ടിംഗ് പെർസെൻറ്റേജിലൂടെ വിജയിപ്പിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാനീ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അത് കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു എളിയ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി അടുത്ത് പാർട്ടി അതിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ നിർണ്ണയിക്കട്ടെ. കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നമ്മൾ എത്തുന്നതാണ്. പിന്നെ ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.